നമസ്കാരം. പ്രധാന വാർത്തകൾ. മരുന്നുകളോട് ശരീരം പ്രതികരിച്ചു തുടങ്ങിയിട്ടും അവസാന നിമിഷം MDയുടെ മരണകാരണം പുറത്തുവിട്ട ഡോക്ടർമാർ. കിഡ്നിയുടെയും ഹൃദയത്തിന്റെയും പ്രവർത്തനം മന്ദഗതിയിലായതാണ് MDയുടെ മരണകാരണമെന്ന് ഡോക്ടർമാർ. തീവ്രപരിചരണ വിഭാഗത്തിൽ വിദഗ്ധ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് MD വാസുദേവൻ നായർ കഴിഞ്ഞത്. ഹൃദ്രോഗവും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് 11 ദിവസമായി MD വാസുദേവൻ നായർ ആശുപത്രിയിൽ തുടർന്നത്. ഇതിനിടെ ഹൃദയാഘാതം ഉണ്ടായതാണ് ആരോഗ്യനില വഷളാക്കിയത്. നിലവിൽ യന്ത്രങ്ങളുടെ സഹായമില്ലാതെ തന്നെ MDക്ക് ശ്വാസമെടുക്കാൻ കഴിയുന്നുണ്ടെന്ന് ഇന്നലെ ഡോക്ടർമാർ അറിയിച്ചിരുന്നു. തപാൽ ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ മോഷണം. തൃശൂരിൽ വീണ്ടും കവർച്ച. തപാൽ ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ നിന്നും 35 പവൻ സ്വർണം കവർന്നു. കുന്നംകുളം സ്വദേശി കാർത്തിക്കിന്റെ ശാസ്ത്രിനഗറിലെ വീട്ടിൽ ഇന്ന് പുലർച്ചെയാണ് കവർച്ച നടന്നത്. വീട്ടിൽ കാർത്തിക്കിന്റെ അമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിറകുവശത്തെ വാതിൽ പൊളിച്ച നിലയിലാണ്. ഇതുവഴിയാകും മോഷ്ടാക്കൾ അകത്ത് കടന്നതെന്നാണ് വിവരം. അലമാരിയിലെ ലോക്കർ തട്ടിയെടുത്തു. തടാകത്തിൽ മൃതദേഹങ്ങൾ. പോലീസുകാരുടേത് കൂട്ട ആത്മഹത്യ. പോലീസുകാരെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൂട്ട ആത്മഹത്യ എന്നാണ് നിഗമനം. സംഭവം തെലങ്കാനയിലെ കമ്മാറെഡ്ഡി ജില്ലയിലെ ബിദിപ്പെട്ട് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. SI സായികുമാർ, വനിതാ കോൺസ്റ്റബിൾ ശ്രുതി, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ നിഖിൽ എന്നിവരാണ് മരിച്ചത്. തടാകത്തിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. രാത്രി 12:30ഓടെയാണ് ശ്രുതിയുടെയും നിഖിലിന്റെയും മൃതദേഹം കണ്ടെത്തിയത്. ഇന്ന് രാവിലെ SIയുടെ മൃതദേഹവും ലഭിച്ചു. കമ്പ്യൂട്ടർ ഓപ്പറേറ്ററായ നിഖിലാണ് സ്റ്റേഷനുകളിലെ ഉപകരണങ്ങൾ തകരാർ വന്നാൽ ശരിയാക്കിയിരുന്നത്. മരണകാരണം ദുരൂഹമാണ്. പാകം ചെയ്തും അല്ലാത്തതുമായ വന്യമൃഗങ്ങളുടെ മാംസം പിടിച്ചെടുത്തു. വെണ്ടക്കുംപൊട്ടിയിൽ കാട്ടിറച്ചിയുമായി 2 പേർ പിടിയിൽ. സ്ഥലത്ത് നായാട്ട് പതിവാണെന്ന് നിലമ്പൂർ ഫ്ലൈയിങ് സ്ക്വാഡിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് മാംസം പിടിച്ചെടുത്തത്. പാകം ചെയ്തതും അല്ലാത്തതുമായ വന്യമൃഗങ്ങളുടെ മാംസമാണ് പിടിച്ചെടുത്തത്. വെണ്ടക്കുംപൊട്ടി സ്വദേശി ജോൺസൺ എന്നയാളുടെ വീട്ടിൽ നിന്നാണ് 12.5 കിലോയിലധികം ഭാരം വരുന്ന മാംസം കണ്ടെത്തിയത്. ഇയാളും മക്കളും സ്ഥിരം നായാട്ടുകാരാണെന്നാണ് വനംവകുപ്പിന്റെ നിലമ്പൂർ ഫ്ലൈയിങ് സ്ക്വാഡിന് വിവരം ലഭിച്ചത്. കത്തികളും സെർച്ച് ലൈറ്റുകളും ഒരു നാടൻ തോക്കും വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. ജോൺസണെയും മൂത്ത മകൻ ജിബി ജോൺസണെയും ഫ്ലൈയിങ് സ്ക്വാഡ് കസ്റ്റഡിയിലെടുത്തു. മറ്റൊരു മകനായ സിജോ ജോണിനു വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാണ്. കേസ് തുടരന്വേഷണത്തിനായി വഴിക്കടവ് റേഞ്ചിന് കൈമാറും. പകരം വയ്ക്കാനില്ലാത്ത അതുല്യ പ്രതിഭയാണ് MD കെ സുരേന്ദ്രൻ. പകരം വയ്ക്കാനില്ലാത്ത അതുല്യ പ്രതിഭയാണ് MDയുടെ വേർപാടിലൂടെ നമ്മുടെ സാഹിത്യത്തിനും ചലച്ചിത്ര മേഖലയ്ക്കും നഷ്ടമായിരിക്കുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. MD കഥാവിശേഷനാകുമ്പോൾ അദ്ദേഹം സമ്മാനിച്ച കഥകളും നോവലുകളും ചലച്ചിത്രങ്ങളും കാലാതിവർത്തിയായി നിലനിൽക്കും. തലമുറകളോളം അതെല്ലാം വായിക്കപ്പെടുകയും വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു.